ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ? നമ്മളവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ എന്താ ഈ വീഡിയോ എടുത്തത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് അപ്ലോഡ് ആക്കണത്. ഇന്നലെ വലിയ മഴയൊന്നുമില്ല, ഇന്നലെ രാത്രിയിലാണ് മഴ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ മരങ്ങളൊക്കെ വീണ് എന്താ പറയുക, രാവിലെ എണീറ്റ് നോക്കുമ്പോൾ റോഡൊക്കെ ബ്ലോക്കായി കിടക്കേനെ. കുട്ടികൾക്കൊക്കെ മദ്രസക്കും സ്കൂൾക്കൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടായിന് കേട്ടോ. റോട്ടിൽ കൂടെ മരമൊക്കെ വീണ് കടന്നിട്ട്. അപ്പോൾ നല്ല കാറ്റടിച്ചിട്ടുണ്ട് രാത്രി ഒരു 12 മണി 12:30 ആയ ടൈമിൽ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് അറിഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടായിനും. പക്ഷെ നമുക്ക് ആ നേരത്ത് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ, പുറത്തേക്ക് ഇറങ്ങിയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ പേടിയാണല്ലേ അങ്ങനെ കാറ്റും മഴയൊക്കെ ഉണ്ടാവുമ്പോൾ. ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണല്ലോ അതുപോലെ എന്താ മഴയൊക്കെ കൂടുതലുണ്ടാവും ഒക്കെ ചെയ്യലില്ലേ. പിന്നെ പുഴയിലും അതേപോലെ വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കണ്ട കേട്ടോ. ഞാൻ ഇന്ന് സ്റ്റോക്ക് റൂമൊക്കെ പോയപ്പം എന്താ പുഴൻ്റെ വീഡിയോ ഒക്കെ എടുത്തിന്. നിങ്ങൾ പുഴ ഒന്ന് കാണിക്കൊണ്ടിന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ഉണ്ടായിന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണെന്ന്. ഇന്നത്തെ ദിവസം കറണ്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ഞാൻ ടാങ്കൊക്കെ ഫുള്ളാക്കിന്. അതുകൊണ്ട് പിന്നെ വെള്ളത്തിന് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ കറണ്ടൊക്കെ എപ്പോഴാണ് വരിക തന്നെ അറിയൂല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നാളത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണ്, സേഫ് അല്ലേ എല്ലാവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ, അവിടെ മഴ ഉണ്ടോയെന്നൊക്കെ. എന്തായാലും നമുക്ക് നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതെ കേട്ട് ആളുകൾക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മഴയൊക്കെ പെയ്ത് അങ്ങനെ പോട്ടല്ലേ. നമുക്ക് എന്താ പറയുക, മഴയൊക്കെ ഇങ്ങനെ നിന്ന് പെയ്യണ കാണുമ്പോൾ ഒരു പേടിയാണ്. മഴ പെയ്യണതുകൊണ്ട് മാത്രമല്ല, പക്ഷേ ഈ വെള്ളം കൂടലും ഉരുൾപൊട്ടലും അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴേ പേടിയാണ് നമുക്ക്. എന്തായാലും നമ്മളെല്ലാവരും പഠിച്ച റബ്ബ് കാക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാല്ലേ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി നിന്ന്, ഇങ്ങനെ രാത്രി മഴയൊക്കെ പെയ്യുമ്പം രാവിലെ എങ്ങനെയാണല്ലോ ചെറുതായിട്ടൊരു മടിയും കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ വലിയ മടിയൊന്നുമില്ല, കാരണം മാവൊക്കെ ഉണ്ട് കയ്യിൽ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ തട്ടിക്കൂട്ടാനൊക്കെ നോക്കും ചിലപ്പോൾ. അപ്പോൾ മാവ് ഉണ്ടായാൽ പിന്നെ പേടിയില്ല. ഇഡ്ഡലി മാവ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് തേങ്ങയൊക്കെ ചിരവി എന്താ ചട്നി ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ സാധാ ചട്നി, വെള്ള ചട്നിയാണ് ഉണ്ടാക്കണത്. തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടുകൊണ്ടുള്ള ചമ്മന്തി കേട്ടോ. ഇതിക്ക് പൊട്ടുകടല ഇടണമെന്ന് വിചാരിച്ചിന്, പക്ഷെ അത് മറന്നുപോയിട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, ഭയങ്കര മറവിയാണ്. മറവിൻ്റെ ആസാമിയാണെന്ന് ഞാൻ എപ്പോഴും പറയലുണ്ട്. അപ്പോൾ ഇപ്പോഴും അതേപോലെ തന്നെ കേട്ടോ, മറവി എപ്പോഴും ഉണ്ട്. കൂടപ്പുറപ്പാണ് തോന്നുന്നുണ്ട്. ആദ്യം അങ്ങനെ മറവില്ലേ, ഇനിയിപ്പോൾ പെരും മറവിയാണ്. അപ്പോൾ ആദ്യം ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചട്ടിക്കടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വെളിച്ചെണ്ണൻ്റെ ബോട്ടിൽ ഞാൻ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. നല്ല ബോട്ടിലാട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ ഓയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും അതുകൊണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടി കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകൊക്കെ ഇട്ട് നമ്മൾ ചട്നിക്ക് അരച്ചത് വയ്ക്കണം ഒഴിച്ചു കൊടുത്തുട്ടോ. അപ്പോൾ ചട്ടി നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ചൂടിൽ കടന്നിട്ട് തന്നെ തേങ്ങയൊക്കെ കുക്കായിക്കോളും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ചട്നി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ വെജിറ്റബിൾസ് കറി ഉണ്ട് കേട്ടോ കുറച്ച്. ഇന്നലെ ഞാനൊരു കറി ഉണ്ടാക്കിനല്ലോ, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടേനെ ആ ഒരു കറി, പച്ചക്കറികളൊക്കെ ഇട്ടാണ്ടൊരു കറി. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ ചട്നി കുറച്ച് മതിയെത്തി കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ അതായി. ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ നോക്കിയപ്പോൾ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. രാത്രി 11 മണി ആയിക്കണ മാവ് കൂട്ടി വെച്ചപ്പം. എന്നാലും മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ചില നേരത്ത് അങ്ങനെ കുറച്ച് നേരം വൈകിയാണ്ടൊക്കെ നമ്മൾ മാവ് കൂട്ടി വെച്ചാൽ മാവ് പൊങ്ങി വരൂലേ ഇനി ആദ്യമൊക്കെ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാവൊക്കെ ഏതായാലും പൊങ്ങി വന്നതാണ്. പിന്നെ എനിക്ക് ഞാൻ റാഗി കൊണ്ടുള്ള ഇഡ്ഡലി ആട്ടോ ഉണ്ടാക്കണത്. അതിനുള്ള മാവും തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ റാഗിയും അതേപോലെ തന്നെ കുറച്ച് ഉഴുന്നും കുറച്ച് ചെറുപയറും അങ്ങനെ അതൊക്കെ കൂടെ വെള്ളത്തിലിട്ടതേനെ കേട്ടോ. വെള്ളത്തിലിട്ടാണ്ട് അങ്ങനെ അരച്ചെടുത്തതാണ്. അപ്പോൾ മാവൊക്കെ രണ്ടും നല്ലോണം അങ്ങോട്ട് പൊങ്ങി വീർത്തൊന്നും വന്നിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞല്ലോ നേരെ വൈകിട്ടാണ് മാവ് ഉണ്ടാക്കിയത്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയ രീതിയിലൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മാവക്ക് ഉപ്പൊക്കെ ഇട്ടാണ്ട് നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കുക. നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് കണ്ടിന്, ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. കുറേ കൂട്ടുകാർ അങ്ങനെ പറയലുണ്ട് കേട്ടോ, എൻ്റെ വീഡിയോസ് കാണുന്നത് ഇഷ്ടമാണ്, അതേപോലെ തന്നെ ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് കാണുന്നത്, കൂടപ്പുറപ്പ് പറഞ്ഞിരുന്ന പോലെ പറഞ്ഞുതരും, അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഒരു കമൻറ്റ് ഉണ്ട്. എനിക്കൊരു എന്താ പറയുക, നമുക്ക് മനസ്സിൽ തട്ടുമല്ലോ ചില കമൻറ്റ്. നല്ല
ഒരു നല്ലൊരു സന്തോഷം കേട്ടോ ആ ഒരു കമൻറ്റ് വായിച്ചപ്പം. അതേപോലെ കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് പറയണമെന്ന് വിചാരിക്കരുത്. അത് ഞാൻ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അതാ കണ്ടത്. അപ്പോൾ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടോ. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമുക്ക് ഡെയിലി വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷനും ഒക്കെ കിട്ടണത് കേട്ടോ. അപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഞാൻ ഇപ്പോൾ ഇന്നലെ ഞാൻ കമൻറ്റ് കണ്ടിന് വീഡിയോ ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, കുറേ നേരം നോക്കി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ. പിന്നെ നമ്മളെ വീഡിയോയിൽ എന്താ ഉണ്ടാവുക, അതേപോലെയുള്ള നാടൻ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറൈറ്റി ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കലില്ലല്ലോ, നമ്മളെ കൊണ്ട് കഴിയൂല. നമ്മൾ സാധാരണ നമ്മളെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കമൻ്റൊക്കെ വായിക്കുമ്പം. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെന്താ, ഇതിപ്പോൾ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഇതാ ഒന്ന് തട്ടുന്ന് മാറ്റി കൊടുക്കുക. ഒന്നും ഇങ്ങോട്ട് ചൂടാറിയതിന് ശേഷം ഇതേപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ റേഷൻ കടയിലത്തെ അരിൻ്റെ ചോറാണ് നമ്മൾ ചേർക്കൽ. അപ്പം ചെറുതായിട്ടുള്ളൊരു ഒട്ടൽ അതിൻ്റെ ആ ചോറിൻ്റെ ഒരു ഒട്ടൽ ചെറുതായിട്ട് ഉണ്ടാവും കേട്ടോ ഇഡ്ഡലിക്ക്. അപ്പം കുട്ടികൾക്കുള്ള ഇഡ്ഡലിയൊക്കെ ആയി തുടങ്ങി. ഇനിയിപ്പം കുറച്ചും കൂടെ മാവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തട്ടും കൂടെ ഒരുക്കുള്ള ഇഡ്ഡലി ഉണ്ടാക്കും. ബാക്കി പിന്നെ ഒരു 4 ഇഡ്ഡലി എനിക്ക് ഈ റാഗി കൊണ്ടുള്ളതും ഉണ്ടാക്കും. പിന്നെ എൻ്റെ ഷുഗറിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഷുഗർ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിനി. അപ്പോൾ ഇപ്പോഴും നോർമൽ തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാ ആഴ്ചയിലും ചെക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ മരുന്നൊന്നുമില്ല കേട്ടോ. മരുന്നിന് ഞാൻ ഒറ്റ പ്രാവശ്യമേ പോയിട്ടുള്ളൂ, 1 മാസമേ മരുന്ന് കുടിച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ അത് തുടക്കമായതുകൊണ്ടാവും ഇപ്പം പിന്നെ ഭക്ഷണത്തിലും നമ്മൾ കൺട്രോളിങ് ഒക്കെ ഉണ്ടായതുകൊണ്ടാവും കേട്ടോ ഇപ്പം നോർമലായ രീതിയിൽ പോണത്. പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ അവിടുത്തെ മരുന്നിന് നല്ല റേറ്റ് ഉണ്ട്. അത്യാവശ്യം ഒരു 4000 രൂപ തന്നെ വേണം മരുന്നിന് മാത്രം 1 മാസത്തിന്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലി അങ്ങനെ എന്തായാലും ഒരു 8000 രൂപ കൊണ്ടുപോകണം നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ കേട്ടോ. ഞങ്ങൾ പിന്നെ അന്ന് ഓട്ടോയിൽ ഇനി പോയിനി. അപ്പോൾ ഓട്ടോ ചാർജും അത്യാവശ്യം ആയിട്ടുണ്ടായിന്. പിന്നെ പോകേണ്ടി വന്നിട്ടുമില്ല കേട്ടോ, ഒരു പ്രാവശ്യം നമ്മൾ പോയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മാസത്തെ മരുന്ന് കുടിച്ചപ്പോൾ തന്നെ എനിക്ക് കുറവായും ചെയ്ത്. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ ഭക്ഷണത്തിലൊക്കെ നിയന്ത്രിച്ചിട്ടും ആ മരുന്നൊക്കെ കുടിച്ചതുകൊണ്ടും ആവും ഇപ്പം അങ്ങനെ നോർമലായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇഡ്ഡലിക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് അതും അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ചോറും കൂട്ടാനൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ മഞ്ജുമോൾക്ക് ഫസ്റ്റ് ക്ലാസ് ആട്ടോ. അപ്പോൾ ഒന്ന് പേരൻസ് മീറ്റിങ്ങും ഉണ്ട്, 11 മണി വരെ മീറ്റിംഗ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 9 മണി തൊട്ട്. അപ്പോൾ അങ്ങോട്ട് വേണം പോവുക. പിന്നെ മഞ്ജുമോൾക്ക് എവിടെ കിട്ടിയത് എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. ഞാൻ കാണുന്ന കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ജുമോൾക്ക് ഓള് പഠിച്ച സ്കൂളിൽ തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഹ്യൂമാനിറ്റീസിനാണ് കിട്ടിയത്. നമ്മൾ കൊമേഴ്സിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഹ്യൂമാനിറ്റീസിനാണ് കിട്ടിയത്. അപ്പം അവിടെ തന്നെ ചേർന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് സാറ് പറഞ്ഞു കൊമേഴ്സിക്ക് മാറണമെങ്കിൽ മാറാം. ഇനി ചിലപ്പോൾ അങ്ങനെ ചില കുട്ടികൾ കൊമേഴ്സ് കിട്ടിയ കുട്ടികളുണ്ടാവുമല്ലോ ഹ്യൂമാനിറ്റീസിക്ക് മാറണം എന്ന് പറയണവർ, അങ്ങനെ ഉണ്ടെങ്കിൽ മാറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഇപ്പോൾ മഞ്ജുമോളോട് ചോദിച്ചപ്പോൾ ഓൾക്കും ഹ്യൂമാനിറ്റീസ് തന്നെ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം പിന്നെ ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചു. പിന്നെ ഇന്ന് മഞ്ജുമോൾക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ, ഉച്ച വരെ ഉള്ളൂ ക്ലാസ് ഉണ്ടാവുക. പിന്നെ റിച്ചുവിന് ചോറ് കൊടുക്കണം. അപ്പോൾ ഓനിക്കിപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയ കണ്ടപ്പോൾ ഇഡ്ഡലി മതി എന്നാണ് പറയണത്. ചോറ് വേണ്ട ഇഡ്ഡലി മതി പറഞ്ഞത്. അപ്പോൾ എന്നാൽ പിന്നെ എന്നാലും ഞാൻ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചാണ്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സ്കൂൾക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ റാഗി ഇഡ്ഡലി അടിപൊളിയാട്ടോ, നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റും ആട്ടോ കഴിക്കാൻ. പിന്നെ എനിക്കിപ്പോൾ ടേസ്റ്റി ആകൽ തുടങ്ങി. ആദ്യം എനിക്ക് പറ്റൂല, ഇനി ഞാൻ എപ്പോഴും പറയില്ലേ കുട്ടികൾക്ക് പറ്റൂലത്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ നമ്മൾ തിന്നാകുമ്പോൾ അങ്ങനെ ഇഷ്ടമാവണത് ഈ കാര്യം. എനിക്കിപ്പോൾ കുഴപ്പമില്ല കേട്ടോ. കറി വേണം എന്തെങ്കിലും, അല്ലാതെ വെറുതെ അങ്ങോട്ട് പോകുമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചട്നി എടുത്തിക്കണ കുറച്ച്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വെജിറ്റബിൾസ് കറി ഉണ്ട്, അപ്പോൾ അതും കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. എന്നാൽ പിന്നെ എനിക്കൊരു കണ്ടന്റ് ആയി ചെയ്തോളും. ഞാനിപ്പോൾ ചില ദിവസം ഞാൻ വിചാരിക്കും ഞാൻ ഇപ്പം എന്താ ഉണ്ടാക്കുക, എന്താ ഇപ്പം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തല പുകഞ്ഞ് നിൽക്കും ചില സമയത്ത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയണതാണെങ്കിൽ ഉണ്ടാക്കി കാണിക്കാമല്ലോ. അപ്പം ഒന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ കുറേ വർത്താനം പറഞ്ഞാണ്ട് വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടിലും ഇഷ്ടം അതാണ്. എന്തെങ്കിലും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ഉപകാരക്കാരം, അതേപോലെ എനിക്കും തന്നെ ഒരു കണ്ടന്റും കിട്ടും അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് കഴിയുന്നതാണെങ്കിൽ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ നമ്മളിവിടെ ബീൻസ് ഉപ്പേരി വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ,
അടുപ്പത്ത്. അപ്പോൾ അതും ആയിട്ടുണ്ട് കേട്ടോ, വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചതച്ചിട്ട് അതിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പേരി ഉണ്ടാക്കാൻ അറിയാത്തല്ലോ ആരാ അല്ലേ? എന്നാലും വോയിസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയണ്ടേ. അങ്ങനെ ഉപ്പേരി കായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ റിച്ചുവിന് ഇഡ്ഡലി മതി പറഞ്ഞപ്പോൾ എനിക്ക് ഇഡ്ഡലിയും ചട്നിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചട്നി വേറെ പാത്രത്തിലൊന്നും കൊണ്ടുപോകില്ല, അതിൽ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കലാണ്. പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ മാന്തളും ഉണ്ട് അയിലയും ഉണ്ട്. മാന്തൾ ഞങ്ങളെ അപ്പച്ചിക്ക് പറ്റൂല, അപ്പോൾ അപ്പച്ചിക്ക് 2 അയിലയും. ഇവിടെ കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാന്തൾ, എനിക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾക്ക് മാന്തളും ഇപ്പച്ചിക്ക് അയിലയാണ് കേട്ടോ. അപ്പോൾ അത് മസാലയൊക്കെ തേച്ച് വെക്കണുണ്ട്. നന്നാക്കിയാണ്ട് തന്നെ കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അതുകൊണ്ട് പിന്നെ കഴുകാൻ മാത്രമേ ഉള്ളൂ ഇനി. അങ്ങനെ മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ച് പിന്നെ നമ്മൾ സാധാ മസാല തന്നെ കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചെറുനാരങ്ങ നീരും ഒക്കെ ചേർത്താണ്ട് അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ച് ഇനിയിപ്പോൾ നമുക്ക് മീനും പൊരിച്ചെടുക്കാം. അപ്പം അടുപ്പത്തെ തീയൊക്കെ ഒന്നിങ്ങനെ കെട്ടുകണ്. അപ്പോൾ ഇനി ഊതി വീർപ്പിച്ച് നിൽക്കാൻ നേരമല്ല, ഞാൻ പറഞ്ഞല്ലോ സ്കൂൾക്കും പോകണം എന്നുള്ളത്. അപ്പോൾ മീനും കൂടെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് ഈ ഒരു ചട്ടി മീൻ പൊരിക്കാനും ചിക്കൻ പൊരിക്കാനൊക്കെ നല്ലതാണെന്നുള്ളത്. നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിക്കൽ തുടങ്ങിയിട്ടും കുറേ ആയിട്ടുണ്ട്. ഇപ്പം ഗ്യാസ്മലാണെങ്കിലും വിറകടുപ്പമ്മലാണെങ്കിലും ഒക്കെ മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ പൊരിച്ചെടുക്കട്ടോ. പിന്നെ ഇതിൻ്റെ ലിങ്ക് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിന്, ഇൻസ്റ്റയിലും കുറേ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഓപ്പൺ ആവണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇൻഡസ്വാലിത്തെ പ്രൊഡക്റ്റാണിത്. അങ്ങനെ മീനൊക്കെ ഇതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായിട്ട് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ. പിന്നെ ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ 2 വശവും നല്ലോണം മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ചില ചട്ടിയിൽ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കൂലേ, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കറി ഞാൻ വേഗം കുറച്ച് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പരിപ്പും തക്കാളിയും പച്ചമുളകും പിന്നെ തേങ്ങയൊന്നും അരക്കാത്ത അങ്ങനത്തെ ഒരു കറിയായിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും വേഗം തൂമിച്ചെടുത്ത്, ഒന്നാമത് കറണ്ട് ഇല്ലേനും തേങ്ങ അരക്കാൻ, അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കറിയാക്കിട്ടോ. പരിപ്പ് താളിച്ചതായില്ലേ ഇപ്പോൾ. അപ്പോൾ പരിപ്പ് കറി എല്ലാവർക്കും ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലും. അങ്ങനെ പിന്നെ സ്കൂളിലൊക്കെ പോയി വന്നിട്ടോ. പിന്നെ സ്കൂളത്തെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താ മഞ്ജുമോളെ ക്ലാസ്സിലാക്കി കുറച്ച് നേരം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ പിന്നെ സ്കൂളിൽ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി പിന്നെ ചോറൊക്കെ കഴിക്കാനായപ്പോൾ ചോറൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ നമ്മളെ പരിപ്പ് താളിച്ചതും അതേപോലെ മാന്തൾ പൊരിച്ചതും പിന്നെ എന്താ ഉണ്ടാക്കിനി. പിന്നെ കുട്ടികൾക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കിയതാണ് ബീൻസ് ഉപ്പേരി. അപ്പോൾ ഒരു കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ബീൻസ് ഉപ്പേരിയും പിന്നെ ഞാൻ കൈപ്പങ്ങാച്ചാർ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. കൈപ്പങ്ങാച്ചാറിൻ്റെ റെസിപ്പി എന്നോട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. അത് ഞാനിനി ഇൻഷാല്ലാ കറണ്ടൊക്കെ വരട്ടെ കേട്ടോ. കറണ്ട് ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് വൈഫൈ കിട്ടാം. പിന്നെ ഇൻവെർട്ടർ ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിൽ പോയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാല്ലാ കറണ്ടൊക്കെ വന്നിട്ട് വൈഫൈ ഒക്കെ കിട്ടിയിട്ട് ഞാൻ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അച്ചാർ. അങ്ങനെ അതും കുറച്ച് എടുത്തിക്കണേ ഞാൻ. പിന്നെ ചിലർക്കൊന്നും കയ്പങ്ങ അങ്ങനെ ഇഷ്ടമുണ്ടാവില്ലല്ലോ, പക്ഷേ ഇഷ്ടമല്ലാത്തവരും കൂടിയും കഴിച്ചോ കേട്ടോ. അങ്ങനെ കയ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു അച്ചാർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് കഴിച്ചപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ നല്ല മഴയിനി എന്നുള്ളത്. ഒരു മഴ പെയ്യും, അത് കഴിഞ്ഞാൽ മഴ ചോരും, പിന്നെ വീണ്ടും പെയ്യും. അങ്ങനെയാണ് കേട്ടോ വൈകുന്നേരം തന്നെ. പിന്നെ രാത്രിയിലാണ് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.